ബിജെപിയുടെ 3 അംഗങ്ങൾ ഈ സഭയിലെത്തി. 3 അംഗങ്ങൾ ഈ സഭയിലെത്തുമ്പോൾ ആരുടെ സഹായത്താലാണ് അവർ എത്തിയത് എന്ന് പരിശോധിക്കുന്നത് നല്ലതാവും. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ പ്രാവശ്യം നേമത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച 9600ഓളം വോട്ടുകൾ UDFന്റെ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോഴും എന്തുകൊണ്ട് ശബരിനാഥിന് ലഭിക്കാതെ പോയി എന്ന് നിങ്ങൾ പരിശോധിക്കപ്പെടണം. എന്തിനാ? ഇവിടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത മംഗലാപുരം യാത്ര. സാർ എന്തിനാണ് സാർ അവിടെ NDA നേതാവിന്റെ വീട്ടിൽ പോയി അദാനി ഗ്രൂപ്പ് ചെയർമാനുമായിട്ടുള്ള രഹസ്യ ഗൂഢാലോചന? സാർ ഇവിടെ പിണറായി വിജയൻ കാണുമായിരുന്നു ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നതിൽ എന്താകുമായിരുന്നു അവസ്ഥ? സാർ അത് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ്. സത്യപ്രതിജ്ഞ ദിനം വന്ദേമാതരം. ഞാൻ ചോദിച്ചോട്ടെ, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഇവിടെ സംസാരിച്ചു, ഒരാൾ അതിനെതിരെ സംസാരിച്ചോ? നയപ്രഖ്യാപന പ്രസംഗം ഒരാൾ സംസാരിച്ചോ? ഒന്നും വേണ്ട. എന്റെ പ്രിയപ്പെട്ട ലീഗ് സ്നേഹിതരെ, അത് മുഹമ്മദ് റിയാസ് വിമർശിച്ചതുകൊണ്ട് മാത്രം കോഴിക്കോട്ട് അങ്ങാടിയിൽ മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ചപ്പോഴെങ്കിലും ഒരു വാക്ക് പറയേണ്ടിയിരുന്നില്ലേ? ഞാൻ ഒരു കാര്യം പറയുകയാണ്. അടുക്കള മുറ്റത്ത് അയൽക്കാരനെ മാത്രമേ കടിക്കൂ എന്ന ധാരണയിൽ നിങ്ങൾ അണലിയെ വളർത്തരുത്. ഒരു നാൾ ആ അണലി നിങ്ങളുടെ കിടപ്പുമുറിയിലെത്തി നിങ്ങളെയും കടിക്കുമെന്ന് നിങ്ങൾ ഓർത്തോണം. ഞങ്ങൾ തീർന്നു എന്ന് പറയുന്നവരോട് ഒരു കവിത മാത്രം. കമ്മ്യൂണിസ്റ്റ് പച്ച കാടെന്ന് പറഞ്ഞ് വെട്ടിക്കളയാറുണ്ട് പലരും, വളമില്ലാതെ വളരും. ഏതു മുറിവിലും മരുന്നാണ്. ഒരു തല വെട്ടിയാൽ ഇരുതലയായി വളരും. ഒന്നിച്ചു വളർന്നൊരു കോട്ടയായി നിൽക്കും. ഒരു പൂവിൽ നിന്ന് ഒരുപാട് ചെടികൾ ഉയരും. വേനലിൽ ഉണങ്ങുമെന്ന് കരുതും, നിറം പോകും. ഒരു തുള്ളി മഴ മതി ആ കമ്മ്യൂണിസ്റ്റ് പച്ചപ്പ് തിരിച്ചു വരാൻ. ഞങ്ങൾ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഒരു കോട്ടയായി, കേരളത്തിന്റെ കാവലായി മതനിരപേക്ഷത സംരക്ഷിക്കുന്ന പ്രസ്ഥാനമായി ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നാളുകളിലും ഉരിശോടെ ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നയപ്രഖ്യാപനത്തെ എതിർത്തുകൊണ്ട് എന്റെ വാക്കുകൾ പ്രസംഗിക്കും.